നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ മന്ത്രിചർച്ച വേണ്ടെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ്. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്ന് നേതൃത്വം നിർദ്ദേശം നൽകി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ലീഗ് അതൃപ്തി അറിയിച്ചിരുന്നു. നിഖിൽ പ്രമീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. മലപ്പുറത്ത് നിന്ന് നിഖിൽ, പറയൂ. ഗുഡ് മോർണിംഗ് പ്രവിത, ഹാഷ്മി. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അതൃപ്തി, അതായത് ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ UDF-നകത്ത് നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ വളരെ കൃത്യമായി മുസ്ലിം ലീഗിനുള്ള അതൃപ്തി അവർ കഴിഞ്ഞ ദിവസം തന്നെ പ്രകടമാക്കിയിരുന്നതാണ്. പ്രത്യേകിച്ച് കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തു വന്നതോടുകൂടിയാണ് അണികൾക്കിടയിൽ ഇത് വലിയ തരത്തിലുള്ള അതൃപ്തിക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരുന്നതാണ് ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ ആരെയും പിന്തുണയ്ക്കാൻ ലീഗില്ല എന്നുള്ള കാര്യം. അതായത് 3 പേരുടെ പേരുകൾ പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ 3 പേരുടെ പേരുകളുണ്ട്. ഈ 3 പേരെയും പരസ്യമായി പിന്തുണയ്ക്കാൻ ലീഗില്ല എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ഹൈക്കമാൻഡ് ഒരു അഭിപ്രായം ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയ്ക്ക് ലീഗിനോട് ചോദിച്ചാൽ മാത്രം അവരുടെ അഭിപ്രായം അറിയിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് ആരെയും പരസ്യമായി പിന്തുണയ്ക്കാൻ തങ്ങളില്ല എന്ന് ലീഗ് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഭരണം കിട്ടിയാൽ ആരൊക്കെയായിരിക്കും മുസ്ലിം ലീഗിലെ മന്ത്രിമാർ എന്നുള്ള തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, അങ്ങനെ മഞ്ഞളാംകുഴി അലി, പാറക്കൽ അബ്ദുള്ള, അങ്ങനെ ആളുകളുടെ പേരുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. അത്തരം ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഭരണം കിട്ടിയാൽ, അതായത് ഭൂരിപക്ഷം കിട്ടിയാൽ ആ മുന്നണി സർക്കാർ ഉണ്ടാക്കും, അപ്പോൾ മാത്രം അത്തരം ചർച്ചകളിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് UDF-ന് ഔദ്യോഗികമായി, അതായത് ഹൈക്കമാൻഡിന് ഔദ്യോഗികമായി അറിയിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം ചർച്ചകൾ നീണ്ടുപോകുന്നത് മുന്നണിക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കും എന്നുള്ളൊരു നിലപാടാണ് മുസ്ലിം ലീഗ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.